ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോൾ 6 പേരേ ഉള്ളൂ. അതിൽ അർജുൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അർജുൻ ആർക്കെതിരെയും കളിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് ആദ്യം മുതലേ അറിയായിരുന്നു അർജുൻ സായിയെയും സിജോയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ജാസ്മിനെ അടിക്കുകയായിരുന്നു. പല ടാസ്കിന് പോകുമ്പോഴും അർജുൻ സായിയുടെ അടുത്തും സിജോയുടെ അടുത്തും പറയാറുണ്ട്, ആദ്യം ജാസ്മിനെ വീഴ്ത്ത് എന്നിട്ട് നമുക്ക് കളിക്കാമെന്ന്. അത് ഇന്ന് വിസിബിളായി. ഇന്ന് ജാൻമണി ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ജാൻമണി നമുക്ക് വീണ്ടും കാണാൻ ഹാപ്പിയാണ്. ചെറിയൊരു ടാസ്ക് അവരെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്ത ബലൂൺ ക്യാച്ച് ചെയ്തുകൊണ്ട് ടീഷർട്ട് ഇടുന്ന ഇതിൽ ജാസ്മിൻ വിൻ ആകുമ്പോൾ ഡയറക്റ്റായിട്ട് അർജുൻ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അർജുന് ശ്രീധുവിനെയും അർജുൻ സിൻസിയറായിട്ടൊന്നും അല്ല ശ്രീധുവിൻ്റെ അടുത്ത്. ഗെയിമാണ് ഇതെല്ലാം. പക്ഷേ അർജുൻ ആദ്യം പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു ശ്രീധുവിനെ. പിന്നെ ശ്രീധു ആകുന്നില്ല എന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അർജുന് മനസ്സിലായി ഇത് ഗെയിമാണ്. അർജുൻ അവരെ രണ്ടുപേരെയും മുന്നിൽ നിർത്തി ജാസ്മിനെ ഒപ്പോസ് ചെയ്യുക തന്നെയായിരുന്നു. ഇതൊരു ടീമായിരുന്നു. ശ്രീധു, അർജുൻ, നന്ദന, സായി, സിജോ ഇവരെല്ലാം ടീമായിരുന്നു. ആ ടീമിലില്ലാത്ത ആൾ നമ്മുടെ ജിൻഡോ മാത്രമാണ്. ജിൻഡോ അവർക്ക് ഫേവറായിട്ട് സംസാരിച്ചു എന്നുള്ളതല്ല, ജിൻഡോ ആ ടീമിലില്ല. അഭിഷേകും ആ ടീമിലുണ്ടായിരുന്നു. അഭിഷേക് 2 ടീമിലും ഉണ്ടായിരുന്നു. അഭിഷേക് അൻസിബയുടെ അടുത്തും ഉണ്ടായിരുന്നു, ഇവിടെയും ഉണ്ടായിരുന്നു. സോ അർജുൻ ടീമാണ്. ഇപ്പോൾ അർജുൻ്റെ ടീം പൊട്ടിയതിൻ്റെ വിഷമമാണ് ഇന്നലെ സിജോ പോയപ്പോൾ ആവശ്യമില്ലാതെ ഒരു കരച്ചിൽ. പിന്നെ കൂടുതൽ അഭിനയിക്കാൻ മേലാത്തതുകൊണ്ട് തിരിഞ്ഞ് വീട്ടിനകത്തോട്ട് കയറിപ്പോയി. അതൊരുമാതിരി ശരിക്കും ഫണ്ണായിട്ടുണ്ടായിരുന്നു. അർജുൻ കരയുന്ന കണ്ടപ്പോൾ നമുക്ക് ചിരി വന്നു. ആദ്യം ഞാൻ വിചാരിച്ചു അർജുന് ഫീലായി എന്തിനാണ് എന്ന് വിചാരിച്ചു. കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല അർജുനും സിജോ ഇത്ര ക്ലോസ് ആണെന്ന്. അർജുൻ മനഃപൂർവ്വം കരഞ്ഞതാണ് അവരുടെ ഞങ്ങളുടെ വോട്ട് അർജുന് കിട്ടാൻ വേണ്ടി. എല്ലാവരും കോമ്പറ്റീറ്റേഴ്സാണ്, എല്ലാവരും ജയിക്കണം. ഒരാൾക്ക് മാത്രം ജയിച്ചാൽ പോരല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോഴും അറിയത്തില്ല വിജയി ആരാണെന്നുള്ളത്. അർഹതയുള്ളവർ വിജയിക്കട്ടെ, അതല്ലേ അതിൻ്റെ ശരിയായിട്ടുള്ള രീതി. അർജുൻ എന്തിന് സഹതാപം വേണമെന്ന് പറഞ്ഞ് സഹതാപത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അത് ശരിയല്ലല്ലോ, അത് ശരിയായിട്ടുള്ള ആറ്റിറ്റ്യൂഡല്ല. അർജുൻ എപ്പോഴും ഒരു റിവഞ്ചിങ് ആറ്റിറ്റ്യൂഡാണ്. നന്ദനെ പിടിച്ച് നിലത്തിട്ടടിച്ചു. ശരിക്കും പറഞ്ഞാൽ അർജുനെ പുറത്താക്കേണ്ടതാണ്. അതിന് മുന്നേ ജാൻമണി ഒരു പ്രാവശ്യം ജാൻമണിക്ക് ഓപ്പോസിറ്റ് ഒരു 9 ആണെന്ന് പറഞ്ഞു. 8 പൂരിയുണ്ട്, ഒരു പൂരിയും കൂടെ വേണം 9 പൂരിയോ 9 എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് റിവഞ്ച് മനസ്സിൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതിന് റിവഞ്ചിങ് ആയിട്ട് ബിഹേവ് ചെയ്തിട്ടുമുണ്ട് അർജുനോട്. ഇന്നതാണ് അർജുനോട് കാണിച്ചത്.